നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾക്കറിയാം, കണ്ണൂർ എന്ന് പറയുന്ന ജില്ല പിണറായി വിജയൻ അടക്കമുള്ള ഭരണാധികാരികളുടെ സ്വന്തം ജില്ല. ആ ജില്ലയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും വളർന്നു വരാതിരിക്കാൻ വേണ്ടി നടക്കുന്ന വലിയ ദുഷ്ടതകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ആദ്യ രാഷ്ട്രീയ കൊലക്കേസായിട്ടുള്ള വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തയ്യൽ തൊഴിലാളി, അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് അരിയും സാധനങ്ങളുമായി വരുന്ന വഴിക്ക് മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തെ എന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ആ കേസിലെ രണ്ടാം പ്രതി ആയിരുന്നു പിണറായി വിജയൻ എന്നുള്ളത് തലശ്ശേരി കോടതിയിലെ റെക്കോർഡ് റൂമുകളിൽ ഇന്നുമുണ്ട്. പക്ഷെ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അഭാവത്തിൽ പിണറായി വിജയൻ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിരുന്നാലും പിണറായി വിജയനെ ഒരിക്കലും പിന്തുടരാതിരുന്നിട്ടില്ല ഈ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആ പേര്, അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ കേരളത്തിൽ ആദ്യ താമരയായി തൃശ്ശൂരിൽ സുരേഷ് ഗോപി സാർ വിരിയിച്ച സമയത്ത്, അതിനുശേഷം അദ്ദേഹത്തിന്റെ സന്ദർശനം നടത്തിയ വേളയിൽ വാടിക്കൽ രാമകൃഷ്ണൻ അടക്കമുള്ള ആയിരക്കണക്കിന് ബലിദാനികൾ, അത് നൂറുകണക്കിന് എന്നുള്ളത് റെക്കോർഡിങ്ങിലാണെങ്കിൽ പോലും അതിന്റെ മേലെ എത്രയോ ഈ പറയുന്ന ദുഷ്ട പാർട്ടിയുടെ ഇരകളായി മാറിയിട്ടുള്ള ഒരുപാട് ബലിദാനികൾക്കുള്ള ഒരു നന്ദി സൂചകമായിട്ട്, അതല്ലെങ്കിൽ അവരോടുള്ള ഒരു കടപ്പാട് തന്നെയായിരുന്നു സുരേഷ് ഗോപി സാറിന്റെ ഈ പറയുന്ന വാടിക്കൽ രാമകൃഷ്ണേട്ടന്റെ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും കുടുംബത്തെ ഒന്നടങ്കം കാണുകയൊക്കെ ചെയ്തത്. ഇത്തരത്തിൽ നമ്മെ കടന്നു പോയിട്ടുള്ള, നമ്മൾക്ക് ഇന്ന് ഈ സ്വാതന്ത്ര്യമായിക്കോട്ടെ നമ്മുടെ ഇന്നത്തെ അവസ്ഥകൾക്കൊക്കെ കാരണമായിട്ടുള്ള ആ ബലിദാനികളുടെ ജീവൻ എത്രത്തോളം പ്രാധാന്യമാണ് നമ്മുടെ സംഘടനകളൊക്കെ നൽകുന്നത് എന്ന് കൃത്യമായിട്ടും അറിയേണ്ടതുണ്ട്. എന്നാലും ഞാൻ ഇതൊക്കെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം തേങ്ങ പെറുക്കുന്നതിനിടെ, അതായത് താഴെ വീണ് കിടക്കുന്ന ഒരു തേങ്ങ പെറുക്കുന്നതിനിടെ തേങ്ങയാണെന്ന് ആ തേങ്ങ എടുക്കാൻ ചെന്ന സമയത്ത് തേങ്ങ പൊട്ടിത്തെറിച്ച്, തേങ്ങ ബോംബ്, കെ ബോംബ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കെ റെയിൽ, അതുപോലെ കെ ഫോൺ എന്നൊക്കെ കേട്ട പോലെ തന്നെ ഇതിപ്പോൾ കണ്ണൂരിൽ കോരൻ ബോംബ് അതല്ലെങ്കിൽ കെ ബോംബും പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കണ്ണൂരിലെ ഈ ബോംബ് രാഷ്ട്രീയം ഇടതുപക്ഷത്തിന്റെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു രക്ഷയുമില്ലാതെ ഓരോ വീട്ടുകാരും തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചിരിക്കുന്നു ഈ കമ്മ്യൂണിസ്റ്റ് നരഭോജി വർഗം എന്നുള്ളത് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നു. അതിലെ ഒരു യുവതിയുടെ വെളിപ്പെടുത്തലാണ് നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുന്നത്. ഇത് കണ്ണൂരിലെ ആ ബോംബ്, തേങ്ങ ബോംബ്, തേങ്ങ ബോംബ് പൊട്ടി ആ ഒരു സംഭവം ഉണ്ടായല്ലോ, അതിന്റെ അവിടുത്തെ ഒരു ലേഡി, ഒരു യുവതിയാണ് വെളിപ്പെടുത്തുന്നത്. ഒന്ന് കേട്ടു നോക്കാം. ചാനലായിട്ട് എന്തായാലും പറയുന്നത് നമ്മൾ പറഞ്ഞേ വരുള്ളൂ. ഞങ്ങൾ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നതായിരുന്നു. അവര് പേടിക്കുന്നേ, അവര് കൊല്ലായിരിക്കും. അത് അതിനിപ്പോ ഒന്നും ചെയ്യില്ലല്ലോ. അവര് കൊല്ലായിരിക്കും. ശരി, കൊന്നോട്ടെ, എന്നെ കൊന്നോട്ടെ. ഈ അവര് വന്ന വീട് ബോംബെറിഞ്ഞ് കൊണ്ടുവരും. അതും സംഭവിക്കും. ഇവിടെ ഉണ്ടായിരുന്നത് നമ്മള് സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്ക് ജീവിക്കണം, അത്രയും നമ്മൾ പറഞ്ഞുള്ളൂ. നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല. അപ്പൊ നമുക്ക് നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്തില്ല. ഇവിടെ എല്ലാവർക്കും അറിയാനും സത്യമായ കാര്യമാണ്. പക്ഷെ എല്ലാരും ഭയന്നിട്ട് ഈ വീട് ഞങ്ങള് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു 10-15 വർഷം മുമ്പ്. അപ്പൊ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയിട്ട് അവര് വന്നാണ് ഇതിന്റെ മുമ്പില് ബോംബുണ്ട്, നമുക്ക് പേടിയാവുന്നു, ബോംബ് അവര് കൊണ്ടുവച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടകക്കാര് വാടക ഒഴിഞ്ഞു പോയി. അപ്പൊ ഞങ്ങൾ ഈ വീട് വിറ്റാകും. ഈ വീടിന്റെ പറമ്പത്തിന് 3 ബോംബ് ഇവരെടുത്തോട്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങൾ ഇവിടെ ഈ പാർട്ടിക്കാരെടുത്തോട്ട് പോയിട്ടുണ്ട്. അവിടെ എത്രകാലം പിടിച്ചേക്കാൻ പറ്റും, എത്രകാലം പിടിച്ചേക്കാൻ പറ്റും. അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെള്ളം ഞങ്ങള് ജനിച്ചപ്പോ തന്നെ ഒരു ഹബ്ബാണ് ഇവരുടെ. അത് ഇതിന്റെ അടുത്തായിരുന്നു ആളുണ്ടായിരുന്നത്. ആളുകളുടെ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. വെറും ഹബ്ബല്ല, ബോംബ് ഹബ്ബ്. ഇനിയിപ്പോ ഇവര് പറഞ്ഞതിലാണ് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ബോംബ്. ഇതാരും പേടിക്കണ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞു നശിപ്പിക്കും. പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ശരി, ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടേ ശരി. ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും. പലരും പേടിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഇവരുടെ വീടുകളിൽ ബോംബെറിയും, ഇല്ലെങ്കിൽ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല. എന്റെ പേര് സീന. മുൻപ് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങള് ഇപ്പൊ ഇതിനു മുന്നിൽ നിന്നാണ്
ഒരാളെ വെട്ടിയിട്ട് കാല് വെട്ടിയിട്ട് BJP കാരണങ്ങൾ ഇതിൽ വഴി പോകുമ്പോ കാലൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ജീവിക്കണം. ഈ മരിച്ചതും സാധാരണക്കാരനാണ്. അപ്പൊ ഞങ്ങളിപ്പോൾ സാധാരണക്കാരുടെ ഒരു അവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ. ഞങ്ങളുടെ കുട്ടികൾ കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളെ എല്ലാവരും മനുഷ്യരല്ലേ, ബോംബ് വീണല്ലേ അവരുടെ അവസ്ഥ എന്താന്ന് ആലോചിച്ച് നോക്കൂ. പറയണ്ടേ, എത്ര കാലം പറയാണ്ടിരിക്കും. നോക്കൂ, ഇവരിത് പറയാൻ വരുന്ന സമയത്ത് ഇവരുടെ അമ്മയും ബന്ധുക്കളും ഒക്കെ ഈ യുവതിയെ പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം എല്ലാ ചാനലുകാരും പ്രസിദ്ധീകരിച്ചതാണ്. ഇവിടെ അവർ കൃത്യമായിട്ടും പറയുന്നുണ്ട്, ഏകദേശം 15 വർഷം മുൻപ് തന്നെ ഇവിടങ്ങളിലുള്ള എല്ലാ വീടുകളിലും, അത് CPM-ന്റെ അനുഭാവികളായിക്കൊള്ളണമെന്നില്ല, അണികളായിക്കൊള്ളണമെന്നില്ല, പ്രവർത്തകരായിക്കൊള്ളണമെന്നില്ല, എല്ലാവരുടെ വീട്ടിലും ബോംബ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. പിണറായി വിജയനാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി, പിണറായി വിജയനാണ് ഈ കേരളത്തിന്റെ സുരക്ഷാ മന്ത്രി, ആഭ്യന്തര മന്ത്രി ഒക്കെ പിണറായി വിജയൻ തന്നെയാണ്. അത്തരത്തിൽ പിണറായി വിജയന്റെ നാട്ടിൽ തന്നെ ബോംബുകളുടെ കൂമ്പാരം എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളൊക്കെ കളിക്കാൻ പോകുമ്പോൾ ബോംബ് പൊട്ടി മരിക്കുന്നത് ഞങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങളെ രക്ഷിക്കണം. കഴിഞ്ഞ ദിവസം മരിച്ചത് തേങ്ങ പെറുക്കി, തേങ്ങയാണെന്ന് കരുതി തേങ്ങയുടെ രൂപത്തിലുള്ള ആ തേങ്ങ എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് ആ ബോംബ് പൊട്ടി. അതായത് തേങ്ങയായാലും മാങ്ങയായാലും, ഇനി നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ തെങ്ങും തോപ്പുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും, നമ്മൾ അതിലൂടെ നടവഴിയൊക്കെ ഉണ്ടെങ്കിൽ ആ നടവഴിയിലൂടെ നടന്നു പോകുന്ന നമ്മളൊക്കെ എത്രയോ തവണ ചാടിക്കിടക്കുന്ന തേങ്ങകളൊക്കെ നമ്മൾ കാണാറുണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പോൾ ആ തേങ്ങയൊന്ന് ചവിട്ടുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യും. അപ്പൊ ഇത് ബോംബാണ്, അതിന്റെ ഉള്ളിലുള്ള ബോംബ് പൊട്ടിത്തെറിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നമ്മൾ കണ്ടിട്ടുള്ളത് കാശ്മീർ പോലെയുള്ള ഇസ്ലാമിക ഭീകരന്മാർ പുളച്ചു മറിഞ്ഞിരുന്ന സ്ഥലങ്ങളിലായിരുന്നു ഇത്തരത്തിലുള്ള എന്തിനും ഏതിലും ബോംബുകളും തോക്കുകളും മറ്റുള്ള ഭീകരതകളും ഒക്കെ നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ മൂക്കിൻ തുമ്പത്തുള്ള, അതല്ലെങ്കിൽ ഭരണാധികാരികൾ, ഈ ഭരണത്തിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ണൂരിൽ നിന്നാണ് എന്ന് നമ്മൾക്കറിയാം. ഈ കണ്ണൂരിൽ നിന്നുള്ള ആളുകളുടെ, ഈ ഭരണാധികാരികളുടെ നാട്ടിൽ തന്നെ ഇത്തരത്തിൽ മനുഷ്യന്മാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ബോംബുകൾ വിന്യസിച്ചിരിക്കുന്നു, ബോംബുകൾ വിതറിയിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടികളെയും വളരാനോ പ്രവർത്തിക്കാനോ ഞങ്ങൾ സമ്മതിക്കില്ല. പക്ഷെ ഞങ്ങളുടെ മുദ്രാവാക്യം എന്താണ്? സ്വാതന്ത്ര്യം, സോഷ്യലിസം, സമാധാനം, സാഹോദര്യം, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ഇവർക്ക്. എന്നാൽ ഇതൊക്കെ ഫ്ലെക്സ് ബോർഡുകളിലും ബാനറുകളിലും അതല്ലെങ്കിൽ ഇവരുടെ മുദ്രാവാക്യം തൊണ്ട പൊട്ട് ഉച്ചത്തിൽ വിളിക്കാനും മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ നാട്ടിലുള്ള ആളുകൾ അവസ്ഥ, അവർ പുറത്തു പറയാൻ പേടിച്ചിട്ട് പുറത്തു പറയാതിരിക്കുന്നു. എന്നാൽ ഇന്ന് ഗതികെട്ട്, ഗത്യന്തരമില്ലാതെ തന്റെ മക്കൾ, അതല്ലെങ്കിൽ തന്റെ ഭർത്താവ്, തന്റെ അമ്മ, ഇവരൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ബോംബ് പൊട്ടി മരിക്കേണ്ട അവസ്ഥ വന്നത് കൊണ്ട് തന്നെ ഈ യുവതി പച്ചയ്ക്ക് പറയുമ്പോൾ അതിനെയും പരിഹസിച്ചുകൊണ്ടും, അത് നിന്റെ അവിടെയാണ് ഇവിടെയാണ് ബോംബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും സഖാക്കന്മാർ ക്യാപ്സൂളുകൾ വിതറിക്കൊണ്ട് ഇങ്ങനെ രംഗത്ത് വരുമ്പോൾ ആഹാ, എന്തൊരു സുന്ദര ശുഷ്കാന്തിയുള്ള അൽ കേരളം എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ വിതച്ചതേ കൊയ്യൂ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കണ്ണൂരിലെ ഈ യുവതി അടക്കമുള്ള ആളുകളൊക്കെ തന്നെയാണ്, അതല്ലെങ്കിൽ ആ യുവതിയുടെ മാതാപിതാക്കളൊക്കെ തന്നെയാണ് ഈ നരഭോജി കൂട്ടത്തെ, ലോകത്താകെ ഇനി ഇത് ശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ നരഭോജി കൂട്ടത്തെ വളർത്തി കൊണ്ടുവന്നതും ഇന്ന് 2ാം തവണയും കിരീടം വെച്ച് കൊടുത്തുകൊണ്ട്, നീ അർമാദിക്കട മോനെ, അടിച്ചു കേറി വാടാ പോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അമ്പാനെ അടിച്ചു കേറി വാടാ, ബോംബൊക്കെ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഈ ഭരണത്തിൽ നിന്ന് പിണറായി പുറത്താവുകയോ അതല്ലെങ്കിൽ അയാളും മകളും ആ ഭാര്യയും അടക്കമുള്ള കുടുംബസമേതം ജയിലിലേക്ക് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ നാട്ടിൽ നടക്കാനിരിക്കുന്ന വലിയൊരു വിപത്ത് തന്നെയായിരിക്കും ഈ ബോംബുകളുടെ കൂമ്പാരം എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.